പൃഥ്വിരാജിൻ്റെയും ആൻ്റണി പെരുമ്പാവൂരിൻ്റെയും വീട്ടിലെ കലണ്ടർ കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. കാരണം നമ്മുടെയൊക്കെ വീട്ടിലെ കലണ്ടറിൽ ഒരു മാസം ശരാശരി 30 ദിവസമാണ്. പക്ഷെ ഇവരുടെ വീട്ടിലെ കലണ്ടറിന് 20 ദിവസമുള്ളൂ. കാരണം 20 ദിവസം 22 ദിവസം എമ്പുരാൻ ഓടിയപ്പോഴേക്കും 30 ദിവസത്തെ കളക്ഷൻ വന്നു കഴിഞ്ഞു. എന്തൊരു അത്ഭുതമാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവർ പറയുന്നത് 325 കോടി രൂപ കിട്ടി എന്നാണ്. അപ്പോൾ ഇന്ന് പത്രത്തിൽ നോക്കുമ്പോഴാണ് അത് OTT അവകാശം വിറ്റതും എല്ലാം കൂടി ചേർത്തിട്ടാണ് എന്ന് അല്ല, OTT അവകാശം ഇവർ ആദ്യം പറഞ്ഞിരുന്നത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻകാർ തള്ളിമറിച്ചത് 48 കോടി രൂപയ്ക്ക് നെറ്റ്ഫ്ലിക്സ് വാങ്ങിയതായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പോസ്റ്റ് വന്നിരുന്നു 48 കോടിക്ക് നെറ്റ്ഫ്ലിക്സ് ചരിത്രത്തിലെ ഏറ്റവും വലിയ OTT സെയിൽ എന്ന് പറഞ്ഞു. അവസാനം ഇപ്പോൾ ജിയോ സിനിമ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിനെ വാങ്ങിച്ചു. എന്നാൽ പോലും ജിയോ സിനിമ ഒരു OTT എന്നതിൽ അത്ര മുൻനിര പ്ലാറ്റ്ഫോമൊന്നുമല്ല. അങ്ങനെ ഒരുപാട് പേരൊന്നും കാണാത്തൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ജിയോയുടെ ആണെങ്കിൽ പോലും ജിയോ സിനിമ. അവിടെയാണ് ഇപ്പോൾ വരുന്നത്. എത്ര പൈസയ്ക്ക് വാങ്ങിച്ചു എന്നുള്ള കണക്ക് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. അതെ, ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ കണക്ക് പറയുന്നതിൽ സ്കാനിക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണല്ലോ ഈ കണക്കുകൾ കൃത്യമായിട്ടൊക്കെ വരുന്നത്. മുമ്പേ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞാണ് ഈ ചാവ എന്ന് പറഞ്ഞ സിനിമ 48 ദിവസം ഓടിയിട്ടും ഇവർക്ക് ഈ ഒരാഴ്ച കൊണ്ട് കിട്ടി എന്ന് പറയുന്ന വിദേശത്ത് നിന്നുള്ള പൈസ കിട്ടിയിട്ടില്ല. 98 കോടി എന്ന് ഇവര് പറഞ്ഞിരുന്നത്. ചാവ മാത്രമല്ല, സല്ലൂബായിയുടെ സിക്കന്ദർ, അത് ഒരുപാട് പടങ്ങളായി ആ കൂട്ടത്തിൽ വരും. നമുക്ക് കുറച്ച് കണക്ക് പറയാം. അപ്പോൾ ഇന്നലെ വരെ സ്കാനിക് വെബ്സൈറ്റ് അനുസരിച്ച് എമ്പുരാന് ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ 105.76 കോടി. ഓവർസീസ് അങ്ങനെയാണെങ്കിൽ 325 കോടിയിൽ ബാക്കി ഓവർസീസ് 220 കോടി കിട്ടിയോ എന്നുള്ള ചോദ്യമാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ സുനിൽ പറഞ്ഞത് 40 കോടി എന്ന് അവർ അവകാശപ്പെട്ടു എന്നാണല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. 48 കോടിയോ എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ തള്ളി മറിച്ചത്. ഈ 220 നിന്ന് നമ്മൾ 20 അതിലേക്ക് മാറ്റിയാൽ തന്നെ 200 കോടി വിദേശത്ത് നിന്ന് കിട്ടുമോ? അവിടെ ആണ് പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. വിദേശത്ത് നിന്ന് ഞങ്ങൾക്ക് ഇത്ര പണം കിട്ടി എന്നിവർ അവകാശപ്പെടുന്നതിൽ ദുരൂഹതയുണ്ട്. മിസ്റ്റീരിയസ് ആണത്. അത്രയും കിട്ടി എന്ന് പണം വന്നിട്ടുണ്ടെങ്കിൽ അത്രയും പണം ബ്ലാക്ക് വൈറ്റ് ആക്കി. അത് വേറൊരു ഇതിൻ്റെ നിർമ്മാതാവിൻ്റെ കേസ്, ഒരു ചിട്ടിയുടെ കേസില്ലേ, അതിലെ ഒരു 600 കോടിയിൽ 200 കോടി വേണമെങ്കിൽ തട്ടിക്കിഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറ്റുമായിരിക്കും. അങ്ങനെ പറ്റുമായിരിക്കും. എങ്കിൽ അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ ഈ പുറത്ത് നിന്നുള്ള ഓവർസീസ് അതിൻ്റെ കണക്കിൽ വല്ലാത്ത തള്ളുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ പുറത്ത് നിന്ന് സിനിമയ്ക്ക് കിട്ടുന്നത് ഈ ഡൊമസ്റ്റിക് മാർക്കറ്റില്ലേ ഇവിടെ ഓടി കിട്ടുന്നതിൻ്റെ 30% ശരാശരി വിദേശത്ത് നിന്ന് കിട്ടുന്നത് എന്നാണ് കണക്ക്. അത് സൂപ്പർ ഹിറ്റുകളുടെ കണക്കാണ് നമ്മൾ പറയുന്നത്, അല്ലാത്തതിൻ്റെ അല്ല. ഭയങ്കര ഈ ഡ്യൂപ്പർ ഹിറ്റ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെയാണ്. 30% ആയിരിക്കും പുറത്തുനിന്ന് വരുന്നത്. ജയിലർ, പത്താൻ, ചാവ തുടങ്ങിയ സമീപകാല സിനിമകളൊക്കെ അങ്ങനെയാണ്. മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയെല്ലാം അങ്ങനെയാണെങ്കിൽ 105.76 ആണല്ലോ ഡൊമസ്റ്റിക് എമ്പുരാൻ്റെ. അതിൻ്റെ മുമ്പ് 30% നമ്മളെടുത്താൽ 31.78 കോടി രൂപ. ഇതാണ് വിദേശത്ത് നിന്ന് മര്യാദയ്ക്ക് കിട്ടാവുന്നത് പരമാവധി. അല്ല, അപ്പോഴും ഒരു കണക്കുണ്ട്, ഇവിടെ 100 കോടി കിട്ടിയിരിക്കണം. അത് വേണം, അതുണ്ട്. നമ്മളാ എല്ലാം നിറഞ്ഞു. ഈ ഇത്രയും 770 തിയേറ്ററുകളിലെ എല്ലാ സീറ്റും ഇത്രയും ദിവസം ഫുള്ളായിരുന്നു, ഹൗസ്ഫുൾ ആയിരുന്നു. സംഭവിച്ചില്ലെന്ന് നമ്മുടെ മുന്നിൽ കണക്കുണ്ട്. തിയേറ്ററുകൾ നേരിട്ട് കണ്ടവരുണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പടത്തിന് എന്ത് സംഭവിച്ചു. അതെ, അപ്പോൾ അങ്ങനെ വേണം. 30 അങ്ങനെ ടോട്ടൽ 136.5 കോടി കിട്ടിയാൽ അതിൻ്റെ പകുതി നിർമ്മാതാവിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്താലും 70 കോടിയെ ഒക്കെ വരുള്ളൂ. പകുതി കിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. 30% ടാക്സ് പോകും. പിന്നെയുള്ളത് ആദ്യത്തെ ആഴ്ച 60-40, പിന്നെ 55-45, പിന്നെ 50-50, നാലാമത്തെ ആഴ്ച വരുമ്പോൾ 60% തിയേറ്റർ, 40% നിർമ്മാതാവ്. എങ്ങനെയാണ് സിനിമയുടെ ഓരോ ആഴ്ചയിലെയും വരുമാനം ഡിവൈഡ് ചെയ്യുന്നത്?
നമ്മൾ ഈ മൊത്തം ഇത് ഹൗസ്ഫുൾ ആണെന്നൊക്കെ കണക്കാക്കിയിട്ടാണ് ഇത്രയും സൗജന്യങ്ങൾ കൊടുത്തിട്ട് ഉദാരമതികളായിട്ടാണ് ഈ കണക്ക് കൂട്ടുന്നത്, ഇപ്പൊ കൂട്ടി പറഞ്ഞത്. അപ്പൊ മഞ്ഞുമ്മൽ ബോയ്സ് സ്കാനിക് സൈറ്റ് അനുസരിച്ചിട്ട് മഞ്ഞുമ്മൽ ബോയ്സിന് 3 ആഴ്ച കൊണ്ട് 114.5 കോടി രൂപയാണ് കിട്ടിയത്. എമ്പുരാന്റെ 23 ദിവസത്തേക്കാൾ 9 കോടി രൂപ അത് കൂടുതലാണ്. ഈ ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 30 ദിവസം ഇല്ലല്ലോ, 23 ദിവസം. മഞ്ഞുമ്മൽ ബോയ്സിന് ഇതിനേക്കാൾ 9 കോടി രൂപ കൂടുതലായിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സിന് ആകെ പുറത്തു നിന്ന് കിട്ടിയത് 74 കോടി രൂപയാണ് ഇന്ത്യക്ക് പുറത്തു നിന്ന്. അപ്പോൾ മഞ്ഞുമ്മലിൻ്റെ 3 ഇരട്ടി കിട്ടിയെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്, എമ്പുരാൻ പാർട്ടികൾ അവകാശപ്പെടുന്നത്. മഞ്ഞുമ്മലിൻ്റെ 3 ഇരട്ടി എങ്ങനെ കിട്ടിയിട്ടുണ്ടാകും? അത് നടക്കുന്ന കാര്യമേ അല്ല, അങ്ങനൊരു സംഭവം നടപ്പില്ല. മൊത്തമാണ് നമ്മൾ മഞ്ഞുമ്മലിൻ്റെ പറയുന്നത്, 20 ദിവസത്തെ 23 ദിവസത്തെ കഥയല്ല. എമ്പുരാൻ്റെയും 74 കോടി രൂപ എന്ന് കൂട്ടിയാൽ മറ്റേ ഡൊമസ്റ്റിക്കും കൂടി ചേർന്നാൽ 180 കോടി രൂപ വരും മര്യാദക്കാണെങ്കിൽ, ആകെ കളക്ഷൻ. അപ്പോൾ അതിൻ്റെ നിർമ്മാതാവിന് കിട്ടുന്ന അതിൻ്റെ പകുതി താഴെയാണ്. അപ്പോഴും മിനിമം ഒരു 250 കോടി രൂപ ചിലവായിട്ടുണ്ടെങ്കിൽ മിനിമം 150 കോടി രൂപ നഷ്ടമാണത്. അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത്. എമ്പുരാൻ അവകാശപ്പെട്ടതിനേക്കാൾ 145 കോടി രൂപ കുറവാണ് ഞാൻ പറഞ്ഞ ഈ കണക്കിൽ. ഈ സൈറ്റ് പ്രകാരം മഞ്ഞുമ്മൽ ബോയ്സ് ഓരോ ആഴ്ചയും 31 കോടി, 41 കോടി, 39 കോടി, ഇങ്ങനെയാണ് 3 ആഴ്ചകളിൽ കളക്ഷൻ. പക്ഷെ ആ കണക്ക് തന്നെ തെറ്റാണെന്ന് പറഞ്ഞ് EDയുടെ കേസുണ്ട്. അത് നമുക്കറിയാമല്ലോ, അത് കാലിയായിരുന്ന ഇതെല്ലാം കൂടി ഇവര് തന്നെ ടിക്കറ്റ് മേടിച്ചിട്ട് ചെയ്തതിനെ ഓൺലൈൻ ബുക്കിംഗ് അതിനു വേണ്ടി ഉപയോഗിക്കും. സിനിമാ തിയേറ്റർ കാലിയായിരിക്കും, പക്ഷേ ആപ്പിൽ നോക്കുമ്പോൾ മുഴുവൻ ബുക്ക് ചെയ്യും. സിനിമാ നിർമ്മാതാക്കൾ തന്നെ ബുക്ക് ചെയ്യും, എന്നിട്ട് അത് വരവായിട്ട് കാണിക്കും. ബ്ലാക്ക് വൈറ്റ് ആക്കാനുള്ള പരിപാടിയാണ് അത്. അതിൽ തന്നെ ഇങ്ങനെയായിരുന്നു എമ്പുരാൻ്റെത്. ഈ സാനിക്ക് പ്രകാരം ആദ്യത്തെ ആഴ്ച 88 കോടി, രണ്ടാമത്തെ ആഴ്ച 14 കോടി, മൂന്നാമത്തെ ആഴ്ച 2.5 കോടി. പൊളിഞ്ഞു എന്നുള്ളതിന് ഇത് തെളിവ് വേണോ? മഞ്ഞുമ്മലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ പടം പൊളിഞ്ഞു പോയി. 2.5 കോടിയാ 3 ആഴ്ച സ്കാനിക് വെബ്സൈറ്റ് പ്രകാരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി ധാരാളമായിട്ട് സിനിമയുമായിട്ട് ഇടപെടുന്നുണ്ടല്ലോ. സുഡാനി ഫ്രം നൈജീരിയ, K210 തുടങ്ങി കുറേ സിനിമകളെ പറ്റി ആരോപണമുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നപ്പോൾ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് വലിയ ഉണർവുണ്ടായി എന്നും പറയുന്നുണ്ട്. ദിലീപിനെ രംഗത്ത് നിന്ന് ഒഴിവാക്കി. ഈ അഴിമുഖം, ഡൂൾ ന്യൂസ്, ട്രൂ കോപ്പി തിങ്ക്, ക്യൂ തുടങ്ങി കുറേ സൈറ്റുകൾ മോഹൻലാൽ സിനിമകളിലെ സവർണതയും ജാതീയതയും തുടങ്ങിയ വിഷയങ്ങളിൽ നിരന്തരം ചർച്ചകളും സംഘടിപ്പിക്കാൻ തുടങ്ങി. അല്ല, അത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. മോഹൻലാൽ സിനിമകളുടെ ഈ സവർണത ഇവർ ആരോപിച്ച സിനിമകളൊക്കെ എഴുതിയത് കടുത്ത സഖാവായ രഞ്ജിത്തായിരുന്നു. അതായിരുന്നു മറ്റേ ചിതാഭസ്മോ നരസിംഹം എന്നൊക്കെ പറഞ്ഞു വരുന്നതൊക്കെ, കുളപ്പുള്ളി അപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ലാലേട്ടൻ, വർമ്മ, നായർ തുടങ്ങിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പരുത്തി. പിന്നെ അമ്മയ്ക്കെതിരെ ആരോപണങ്ങൾ, ലാലാണല്ലോ ഭരിക്കുന്നത്. പിന്നെ WCC ഇതിനെതിരെ പറയുക, ഫെഫ്കയ്ക്കെതിരെ ആഷിഖ് അബു സമാന്തര സംഘടന ഉണ്ടാക്കുന്നു പറയുക. ഇപ്പൊ ലാലും ഗോകുലും ഗോപാലനും എങ്ങനെയെങ്കിലും ഈ സംഖ്യകൾ എഴുതി അവരെ അത്യാവശ്യം രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഉറപ്പില്ല. അവരെ ലാലിനെ ലാക്കാക്കിയാണ് വലിയ സംഭവം, എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, എങ്കിലും ഇങ്ങനത്തെ സിനിമയിലൊക്കെ കൊണ്ടുവരണം എന്ന് തീരുമാനിച്ച് നടന്നിരിക്കുന്നതാണ്. CAA പ്രതിഷേധ കാലത്ത് നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളിലെ കുട്ടികളാണ് മോദി ഇന്ത്യ നിന്റെ തന്തയുടെ വകയല്ല എന്ന് ബാനർ വെച്ചത്, ഓർക്കുന്നില്ലേ? അതാണ് ജനഗണമന എന്ന് പറഞ്ഞ സിനിമയിൽ മാസ് ഡയലോഗായിട്ട് എടുത്തത്. PFI വിദ്യാർത്ഥി സംഘടന, അതിൽപ്പെട്ട കുട്ടികളാണ്, അവരാണ് ആ ബാനർ അന്ന് വെച്ചിരുന്നത്. അപ്പോൾ എമ്പുരാനിലെ NIA, ED, IB ഇതൊക്കെ PFIക്ക് കണ്ടുകൂടാത്ത ഏജൻസികളാണ്. ആ ഏജൻസികളെ ആണ് പറഞ്ഞിരിക്കുന്നത്.
ഇതിൽ കള്ളപ്പണം അന്വേഷിക്കുന്നത് എന്നെയാണ്. ഇ ഡി ഒഴിവാക്കി. അത് ശ്രദ്ധിക്കണം. ഇത്രയും ഈ കേന്ദ്ര ഏജൻസികളെ കുറിച്ച് അപവാദവും ദുഷ്പ്രചരണവും ഒക്കെ നടത്തിയിട്ടും ഇ ഡിയെ കുറിച്ച് മിണ്ടിയില്ല. ഇ ഡിയെ പേടിയുണ്ട്. അതാണ് ഇത് എന്നെ അന്വേഷിക്കുന്നത് രാജ്യദ്രോഹ സാധനങ്ങളാണ്. ഇതില് കള്ളപ്പണം അന്വേഷിച്ചു വരുന്നത് പൃഥ്വിരാജും മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും പിന്നെ ആരാണ് ഗോകുലം ഗോപാലും ഒക്കെ പറഞ്ഞാണ് ഇ ഡി എന്നൊരു സാധനം മാത്രം അതിനകത്ത് പറയുന്നത്. ഇ ഡിക്കാരനായ ഒരാളെ അവസാനം കൈകാര്യം ചെയ്യുന്നുണ്ട്, അവര് തീർക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ ഇ ഡി അല്ലേ, അത് ഐ ബിയുടെ ഓഫീസർ എവിടെ വെച്ചുള്ളത്? ഐ ബി അല്ല ഐ ബിയുടെ. അപ്പോൾ ഈ തുറമുഖങ്ങൾ വഴി കള്ളപ്പണം എന്നൊക്കെ പറയുന്നത് ആരാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ? ഇതൊക്കെ ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. 2008 തമിഴ്നാട് കൊടുത്ത ഹർജിയിലുള്ളതാണ് ഇസ്ലാമിക് സംഘടന ഡാം പൊട്ടിക്കും, മുല്ലപ്പെരിയാർ ഡാം. അതൊരു ഇസ്ലാമിക സംഘടന പൊട്ടിക്കുന്നതാണ് പറഞ്ഞത്. അതാണ് ഇതിൽ തിരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കണക്ക് കുറെ കഴിയുമ്പോൾ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ലേ? പക്ഷേ അതെ, കണക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇപ്പം ഞാനിപ്പോഴും ആലോചിക്കുന്നത് നമ്മുടെയൊക്കെ കലണ്ടറിൽ 4 ആഴ്ചയാണ് ഒരു മാസം. ഇവരുടെ കലണ്ടറിൽ ഫെബ്രുവരിയിൽ ഇവരുടെ കലണ്ടറിൽ 2-3 ആഴ്ചയാണ് ഒരു മാസം. അതായത് ഒരു മാസത്തിന്റെ മുക്കാൽ ഇവർക്ക് ഒരു മാസമാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി. അത് ഒരുപാട് നമ്മൾ മുക്കാലിന്റെ അർത്ഥങ്ങളൊന്നും ആലോചിച്ച് പോകണ്ട. അപ്പൊ 3/4 മാസം ആകുമ്പോ എമ്പുരാൻ ടീമിന് ലഷ്കർ മുഴുവനായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.